ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. ഇന്ന് വ്യാഴാഴ്ച മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഇന്ന് വന്ന പാക്കിങ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്നാണ് സെലക്ഷൻ കോൺട്രാക്റ്റ്. ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനെടുത്ത ആരാന്നും നല്ല പ്ലെയേഴ്സ് ഏതാണെന്നും പിന്നെ ഇന്നത്തെ പാക്കും പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഇന്ന് വന്നേക്കുന്നത് മെയിനായിട്ട് നാഷണൽ ഗാർഡിയൻസ് ഷോർട്ട് ടൈമാണ് വന്നേക്കുന്നത്. അറൂഹോ, അതുപോലെ തന്നെ റുഡിഗർ, മക്കാലിസ്റ്റർ, ഈ 3 പ്ലെയേഴ്സ് അടങ്ങിയാണ് വന്നേക്കുന്നത്. റുഡിഗർക്ക് ഫോർട്രസ് സ്കില്ലും അറൂഹോയ്ക്ക് ഏരിയൽ ഫോർട്ടും മക്കാലിസ്റ്ററിന് വിഷണറി പാസുമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാവുന്ന റുഡിഗറും അറൂഹോ ഒക്കെ നമ്മുടെ ഗെയിമിൽ എന്തോരം പെർഫോമൻസ് തരുന്നുണ്ടെന്ന്. അപ്പം തീർച്ചയായും നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യുക. പിന്നെ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളുമാണ്. എപ്പിക് അല്ലാത്തതുകൊണ്ട് ഫോം ആകുമ്പോൾ നല്ല കളിയായിരിക്കും. പിന്നെ ഫോം ഔട്ട് ആകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാകും. എന്നിരുന്നാലും നല്ലൊരു പാക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആരെയും കിട്ടി സൈൻ ചെയ്തെങ്കിൽ അത് പറയുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ തുർക്കിയുടെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത പ്ലെയറുണ്ട്. ആർത്ത ഗുള്ളറുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു CF ഉണ്ട്. പിന്നെ ബ്ലിറ്റ്സ് കെയറിൽ ബെൻഫിക്കയുടെ പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് കിട്ടിയിരുന്നു. നല്ല പ്ലെയറാണ്. അപ്പോൾ ആരും സൈൻ ചെയ്യാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഇനി നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കാം. ഇന്ന് വന്നേക്കുന്ന 2 പ്ലെയർ ഓഫ് ദി വീക്കാണ്. ഒന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെയും ഒന്ന് സാധാ വേൾഡ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ടാർഗറ്റ് എമാലായിരുന്നു, പക്ഷേ എമാലിന് എനിക്ക് കിട്ടിയില്ല. എന്നിരുന്നാലും ഡൊണറുമേനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സ്ക്വാഡിൽ കറൻ്റ് ഡൊണറുമേനാണ് ഇട്ട് കളിപ്പിച്ച് നോക്കിയത്. 2-3 കളി കളിച്ച് നോക്കി. കുഴപ്പമില്ലാത്ത ആവറേജ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പാച്ചോ എന്ന് പറഞ്ഞ പ്ലെയർ PSG അത് നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഗെയിമിൽ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഓട്ടോമെൻറ്റിനെയാണ്. എൻ്റെ മെയിൻ ടാർഗറ്റ് എനിക്ക് കിട്ടിയില്ല. ഒറ്റ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ, യമാൽ. അത് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയവരുണ്ട് പറയുക നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ വേൾഡ് ഇതിൽ പറയപ്പെടുന്ന പ്ലെയർ എന്ന് വെച്ചാൽ കൊർട്ടോ ഉണ്ട്, ഗോൾ കീപ്പർ. പിന്നെ ഫെറാൻ ടോറസ്. പിന്നെ DMF ആയിട്ടാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഓർക്കസ്ട്രേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാൻ അതേ ഉള്ളൂ. പിന്നെ ബേൺ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇൻ ഗെയിമിൽ കിട്ടിയ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് തീരെ സ്റ്റാറ്റ്സും കാര്യങ്ങളും ഇല്ല. പിന്നെ നമ്മൾ നാഷണൽ ടീം സെലക്ഷൻ കോൺട്രാക്റ്റ് ഇതിൽ ഞാൻ സൈൻ ചെയ്തത് ബാസ്റ്റോണിനെയാണ്. കുറച്ച് കളികൾ കളിച്ചു, കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ ബാസ്റ്റോണിയുടെ വേറൊരു കാർഡ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്ന് ചാമ്പ്യൻസ് ലീഗ് പാക്കിൽ നിന്ന് കിട്ടിയ 99 ഓവറോൾ പോകുന്ന കാർഡ്. അത് ബിൽഡപ്പ് കാർഡാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കൂടുതൽ പെർഫോമൻസും കിട്ടുന്നില്ല. നിങ്ങൾ ആരെ സൈൻ ചെയ്യുക വെച്ചാൽ പറയുക. പിന്നെ വന്നേക്കുന്ന ഇന്നത്തെ നോമിനേറ്റും കോൺടാക്റ്റും കാര്യങ്ങളുമാണ്. പ്രൈഡ് ഓഫ് ദ ക്ലബ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ക്ലബ്ബിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ടാണ്. അതിൽ മോഡ്രിച്ചിൻ്റെയൊക്കെ കാർഡ് ഇല്ലാത്തവർക്ക് വേണേൽ എടുക്കാം. പിന്നെ വാഡിയുടെ ഒരു കാർഡുണ്ട്. പിന്നെ കോക്കെ, മെയിനായിട്ട് ഇതൊക്കെ ഉള്ളൂ. പിന്നെ FC ചാമ്പ്യൻസ് ലീഗിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ തുർക്കിഷ് ലീഗിൻ്റെ അതൊക്കെ ഉള്ളൂ. പിന്നെ മാനേജർ പാക്ക്, അത് നല്ലൊരു പാക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ വേണ്ടവർക്ക് എന്തായാലും 500 കോയിൻ കൊടുത്ത് എടുക്കാം. അതിനുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട 2 ശൈലികളുണ്ട് അതിൽ. അതാണ് മെയിനായിട്ട്. ഒന്ന് ക്വിക്ക് കൗണ്ടർ, ലോങ് ബോൾ കൗണ്ടർ. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഇത് രണ്ടും ആയിരിക്കും. ഈ സ്റ്റാറ്റ്സ് ആയിരിക്കും ക്വിക്ക് കൗണ്ടർ, ലോങ് ബോൾ കൗണ്ടർ. അത് രണ്ടും കൂടെ ഒരു മാനേജർ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് കൊണാമി. അറ്റ്ലാന്റയുടെ കറൻ്റ് ഉള്ള മാനേജറാണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുമെന്ന് തോന്നുന്നത്. ഞാൻ സൈൻ ചെയ്തില്ല. സൈൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം. 500 കോയിന് മുടക്കി അതിനുള്ളത് ഉണ്ടാവും എന്തായാലും. അതുപോലെ സമയമുണ്ട്, 83 ദിവസമുണ്ട്. സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും അത് സൈൻ ചെയ്യാം. അതിനുള്ള ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ സാധാ പോലെ തന്നെ 50 കോയിൻ ചലഞ്ചേ വന്നിട്ടുള്ളൂ. എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല. വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാസ്റ്റോണിന് കിട്ടിയ 3 മാച്ച് കളിച്ചു. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഡൊണറുമയും
കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട് നിലവിൽ. ഞാനിപ്പം നിലവിൽ ഫീറ്റർസ് മൈക്കിളിനെ മാറ്റിയിട്ട് ചുമ്മാ ഡൊണറുമേനെ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി യൂസ് ചെയ്തതേ ഉള്ളൂ. ഇപ്പം എയർ കണ്ടീഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെ നിങ്ങൾ എടുത്തത്, സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് ആരെ എടുത്തതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ ബൈ.